ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ അനിയത്തിയിൽ അങ്ങോട്ട് പോവാണ്. പിന്നെന്താ വിശേഷം? ചായ കുടിച്ചിട്ട് എല്ലാവരും മഴയോട് മഴ. അപ്പോൾ കുറച്ചൊന്ന് നിന്നു, അപ്പം ഒന്ന് ഇറങ്ങാച്ചിട്ടാണ്. ഓക്കെ, ഞാനും ജെറീന. അപ്പോൾ ജെറീന അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അവൽ തന്നെ മഴ അങ്ങോട്ട് ലെവലാക്കി. നല്ലൊരു മഴ പെയ്തു പോയി. അപ്പം ഇറങ്ങാച്ചിട്ട് നിൽക്കാണ്. ഇരുട്ട് കയറിയുണ്ട്. ഇനിയിപ്പോൾ പോണ വഴിക്ക് മഴ കൊണ്ട് പോകേണ്ടി വരും, എന്തൊന്നും അറിയില്ല. കൊല്ലങ്കോട് പോണ വഴിക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്കൊരു അമ്പലം കാണുന്നുണ്ടോ? ഉണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതേപോലെ ഒരു മല കണ്ടോ? മല പല്ലശ്ശന നല്ല രസമുണ്ട് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ പച്ചപ്പട്ടി വിരിച്ച പോലെ പറയില്ലേ. സൂമിങ് കുറച്ച് കുറക്കട്ടെ കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. നല്ല അടിപൊളി സൂപ്പർ സ്ഥലം കേട്ടോ. എന്തൊരു ഭംഗിയെ കാണാൻ. മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്താ കോട്ടൊക്കെ ഊരി വെച്ചേക്കാണ്. നല്ല രസം. നമ്മുടെ കേരളം മനോഹാരിതം പറയുന്നത് അതേപോലെ നല്ല രസമുണ്ട്. പച്ചപ്പട്ട് പച്ച ഡ്രസ്സും പച്ചതും. തമിഴ്നാട് വെയിലായിരിക്കും പറഞ്ഞിട്ട് ഫുൾ കൈ വേണ്ടേ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ടാൻ അടിക്കില്ലേ? ഇല്ലെങ്കിൽ തന്നെ ടാൻ അടിച്ചിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ. നല്ല ക്ലൈമറ്റ് കിട്ടും. അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ വല്ലാതെ മഴയില്ല കേട്ടോ. നമ്മൾ കോട്ടൊക്കെ ഉരിഞ്ഞിപ്പോൾ എങ്ങാനും മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. വെള്ളത്താമര വിരിഞ്ഞ് നിൽക്കണുണ്ടോ? നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതിലത്ര ക്ലിയർ ഇല്ല കേട്ടോ. കണ്ടോ, ഒരു കുളം മൊത്തത്തിൽ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണ് കാണാം. പക്ഷെ ഇതിൽ വല്ലാതെ അങ്ങോട്ട് ക്ലിയർ ഇല്ല ഗൈസ്. എന്താ അറിയില്ല, മൊത്തം വെള്ളാമ്പല തോന്നുന്നുണ്ട്. ആമ്പല് താമരല്ല, ആമ്പല തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടോ. ഭയങ്കര തലവേദന. കുറേ നേരത്തെ ഇറങ്ങിയതല്ലേ, ഭയങ്കര തലവേദന. കൊല്ലങ്കോട് പോണ വഴിക്കാണ് കേട്ടോ. ഹോട്ടൽ ഓലപ്പുര. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പോയി നോക്കാം. ഓക്കെ, മതി എനിക്കത് ഏട്ടാ. അതിൽ കുറച്ച് പാലൊഴിക്കുമോ? നല്ല കടുപ്പായി. അതിൽ കുറച്ച് അതായിരിക്കാം സ്ട്രോങ്. നിങ്ങൾക്ക് സ്ട്രോങ്ങാ? ആ, അത് നല്ല. കൊല്ലംകോടിൻ്റെ മനോഹാരിത കണ്ടതുണ്ട്. ചായ വേണം ആർക്കേലും? ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും ഈ മക്ബറയിലേക്കൊന്ന് കയറും. മമ്മിക്ക് അത് നിർബന്ധമാണ്. ജസ്റ്റ് ഒന്ന് കയറി യാസീൻ ഒതിട്ടൊന്നും വരും. അത് പതിവാണ്. എപ്പോൾ പോകുമ്പോഴും അവിടെ അപ്പം നിർത്തി പറയും. ഇപ്പം എങ്ങാനും നിർത്താൻ പോയി കഴിഞ്ഞാൽ ഒരു ഇരിക്ക സൗകര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പോയി പറഞ്ഞ പോലെ യാസീനൊക്കെ അത് ദുആ. നമ്മളെവിടെ എത്തിയെന്ന് അറിയാം? സൗദിയിലെത്തിയിട്ടോ. പൊള്ളാച്ചി വഴി നമ്മൾ സൗദിയിലേക്ക് എത്തി. ഈത്തപ്പഴം ഉണ്ടാക്കിയെന്നൊക്കെ കാണണ്ടോ നിങ്ങൾക്ക്? എന്തോരം വലിയൊരു തോട്ടാണ്. തിരുമൂർത്തി മലയ്ക്ക് പോണ വഴിക്കാണ് കേട്ടോ. എന്തോരം നിൽക്കണുണ്ടോ? കെട്ടി വെച്ചിരിക്കണു. പക്ഷികൾ കഴിക്കണ്ട വെച്ചിട്ട് തോന്നുന്നുണ്ട്. ഒരെണ്ണത്തിൽ തന്നെ കൊല നിൽക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പുളിമിഠായി ഇത് പൊടി. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് പഴയ കാലഘട്ടം? കടല. വേറൊരു സംഭവം എടുക്കാൻ വന്നേക്കാണ് കേട്ടോ.
ഇതിലത്തെ ഈ സവോള ഒന്ന് കളഞ്ഞു തരുമോ? എനിക്ക് വേണ്ടത് മൊത്തം എടുത്തോ. അല്ല കയ്യൊക്കെ ഇളക്കിയിട്ട് ഗായ്സ് കൈയിട്ട് ഇളക്കിയ സാധനം കുടിക്കാൻ പോണത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊന്ന് ഓഫ് ചെയ്യുന്നു. ആ ചോന്ന മലയ്ക്ക് പോണ വഴിക്ക് നല്ലൊരു ഡാം കണ്ടു കേട്ടോ. അപ്പം എന്നാൽ ജസ്റ്റ് വീഡിയോ എടുക്കുക. എപ്പോഴും വേണ പോലെ ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളും കാണണ്ടേ. നല്ല രസമുണ്ട് കാണാനുണ്ട്. അതാ പോണു ജെറീന. ഇതെൻ്റെ സുന്ദരി പെണ്ണ് കണ്ടില്ലേ ഗൈസ്? അതെൻ്റെ ഹെൽമെറ്റ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സൂപ്പറാണ്, വേറെ ലെവലാട്ടോ, അടിപൊളിയുണ്ട്. നല്ല നോക്ക്, നല്ല രസമുണ്ട്. ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് മമ്മി, ഡാഡി, ഷാനു, ഷമീർ, അവരെ വൈഫുമാർ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷെ ഇപ്പോൾ ഡാമിൽ വെള്ളം കുറവാണ്. അവിടെ മഴയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വെള്ളം നല്ല കുറവാണ്. കണ്ടോ ചെമ്മരിയാട് കണ്ടോ, ചെമ്മരിയാട്. നല്ല വെയിൽ. സമയം എത്ര? 1 മണി കേട്ടോ, ഉച്ച. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ? ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു. ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തും ഫുഡ് കഴിച്ചതൊക്കെ ഓർമ്മ വന്നു. ഫാമിലിയായിട്ട് ഒരുവിധം ഉള്ളവടൊക്കെ കറങ്ങിയ ടീം. അപ്പോൾ മൊത്തം ഒറ്റക്കായി. അപ്പം ഞാനും എൻ്റെ മോംസ് മാത്രം. അപ്പോൾ ഇനി നമുക്ക് പോവാല്ലേ? ഓക്കെ നോ ജെറീന വരൂ. എല്ലാവരും എന്നെ നോക്കി ചിരിക്കണം ഗൈസ്. മൊട്ട. ഞങ്ങൾ തമിഴ്നാട് പോയപ്പോഴാണ് തിരുമൂർത്തിമല പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഭയങ്കര ഫേമസായൊരു അമ്പലമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഫേമസ്. കർക്കിടക വാരം കൊണ്ട് അവിടെ ഒരു ഉത്സവം പോലെയാണ് അവരത് ആഘോഷിക്കുക. അപ്പോൾ ശരി, ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയതല്ല. അപ്പം നമ്മുടെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയെന്ന് കാണാം. പക്ഷെ നമ്മളെ പകുതിയിൽ വണ്ടി നിർത്തിച്ചവർ നടന്നു പോകാൻ പറഞ്ഞു. അവർ പകുതി വരെ ബ്ലോക്ക് ആവിച്ചിട്ടേ അവിടെ സ്റ്റോപ്പ് ചെയ്തു വണ്ടി. ഞാൻ അവിടെ നിർത്തി. നടക്കണത്ര എനിക്കറിയില്ല ഗൈസ്, എത്ര ദൂരം നടക്കണം എന്നൊന്നും അറിയില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ള തിരക്കും. ആ മല നോക്കി നോക്ക്, നല്ല ഭംഗിയാണ്. ഫുഡൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പോയി നമുക്കും കിട്ടും. ഞാൻ 1:30 കേട്ടോ. വെയിലൊക്കെ ഞാൻ നടക്കേണ്ടി വരുന്നൊന്നും അറിയില്ല. വെയിലോട് വെയിൽ, അമ്മാതിരി വെയിൽ. 1:30 മണി പറഞ്ഞ് നിങ്ങൾക്ക് ആലോചിക്കാൻ എത്ര വെയിൽ. നമ്മളോടൊക്കെ മഴ, രാവിലെ വരുമ്പോൾ കൊള്ള മഴയായിരുന്നു. എന്തൊടുക്കത്തിലത്തെ വെയിലറപ്പേ. കർക്കിടക മാസമല്ലേ, അതിൻ്റെ എല്ലാവരും അമ്പലത്തിലേക്ക് വന്നിട്ടേ നല്ല തിരക്ക്. ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഒരു തലയിൽ മുണ്ടിട്ടൊരു മുസ്ലിം കൊച്ച്. ബാക്കി മൊത്തം മഞ്ഞസാരിയാണ്. അതെന്താ ഡാമിലത്തെ വെള്ളാന്നു? അത് അടിപൊളിയായിട്ടുണ്ടല്ലോ, പാറൊക്കെ ഇട്ട്. അല്ലാ എന്ത് ഭംഗിയാണ് ആ ഡാമിൻ്റെ അടിവശം. റോഡ് സൈഡൊക്കെ ഒരുപാട് ഐറ്റംസുകൾ കളിക്കാൻ, പിള്ളേർക്ക് കളിക്കാനുള്ളത് വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങളില്ലേ പിള്ളേർക്ക് പറ്റിയത്. പിന്നെ വള, മാല, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. വീടുകളൊക്കെ നോക്ക്, കുഞ്ഞ പെരകൾ. ഈ പാറേൻ്റെ അടിവാരത്തിലാണ് താഴത്തെ താമസിക്കുന്നത്. നോക്കി നോക്കൂ, എന്താ ജനങ്ങളും. തത്തുവിനൊക്കെ ഉള്ളത്. കോഴിക്കുട്ടി നോക്കുന്ന പാറ നോക്കൂ ഗൈസ്, എന്താ ഒരു വലിപ്പം. ഇത് കിടക്കണം ഗൈസ്, കാല് പൊള്ളി തൊലയണു. എന്ത് ചൂടാണ്. 2 മണിയായി സമയം. ചെരുപ്പ് ഊരിട്ടാണ് ഇങ്ങോട്ട് വരണമെങ്കിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ട്. ഗൈസ് നമ്മളങ്ങനെ തിരുമൂർത്തി മല അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. സെറ്റ് ചൂടായിട്ടേ, വെയിലും ഒന്നും പറയണ്ട. മമ്മി വന്നില്ല, മമ്മി പുറത്ത് നിന്നു, ഞാൻ ഇങ്ങോട്ട് വന്നു. നല്ല രസമുണ്ട്. മല കാണുന്നുണ്ടോ? തിരുമൂർത്തി മല. എന്താ വെയിൽ മക്കൾ, ഇന്നത്തെ ഒരു വെയിൽ കൊണ്ടിട്ട് പപ്പട പരിവായി മനുഷ്യൻ. ഇല്ല, ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതൊക്കെ എന്താ വെച്ചേക്ക് ഒന്നും അറിയില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മലേൻ്റെ താഴെയാണ്. എന്നെ വന്ന് പൊക്കുകയാണ് അവിടെ ആരെങ്കിലും. ആഹാ യാറപ്പേ, കാല് പൊള്ളി തൊലയിടല്ല.
ചെരുപ്പിടാതെ വന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കയറാൻ പാടില്ല. കാലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ഉള്ളിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നോക്കി നോക്കൂ, എന്താ ബലിയിട് എന്താ പറയുക ആ സംഭവം. ആൾക്കാർ നല്ല ഭംഗിയുണ്ട്. ഒരു മലയുടെ താഴെയാണ് പാറക്കെട്ടും കാടും, നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. ഇതൊക്കെ നമ്മൾ വന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഒരു വ്ളോഗറാണ് പറഞ്ഞ് ചെയ്തിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഇങ്ങനെ വന്ന് കാണണ്ടേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര തിരക്ക്. ഈ അമ്പലം ഞങ്ങൾ വന്ന സമയത്തൊന്നും തിരക്ക് പോലും ഉണ്ടായില്ല, തീരെ തിരക്കുണ്ടായില്ല. ക്യൂ നിൽക്കുന്നുണ്ടോ, ഒട്ടും വെള്ളമില്ല. ഓക്കെ ഓക്കെ, ഒരു വലിയൊരു പാറ കണ്ടു നിങ്ങൾക്ക്. ചെക്കുന്നുണ്ടോ, എന്തൊക്കെ ഉണ്ട് ഇവിടെ. ഞാറ്റതൊക്കെ കണ്ടിക്ക് വയ്യ ഞങ്ങോട്ട് പോയി. അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് കേട്ടോ. എന്ത് ഭംഗി അവിടെ കാണാമെന്നറിയോ? നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ പറയണത്? പോയി നോക്കട്ടെ കേട്ടോ. എന്താണ് അവ എല്ലാവരും മുട്ട ചന്ദനമൊക്കെ തെച്ചിട്ടുണ്ട്. ഉള്ള വെയിലത്ത് എൻ്റെ കാല് പപ്പട പരിവായി. നോക്ക് അവരുടെ അമ്പലം. ഒരു പാറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കിയൊക്കെ അടാറ് ഹൈറ്റാട്ടോ. എല്ലാവരും അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ഇവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ്. അവൾക്ക് നല്ല പേടിയുണ്ട്, പക്ഷെ ഞാൻ വരുന്നുണ്ട് ഒരു ഇതിൽ കണ്ടു. എന്ത് വലിയ പാറകളാണെന്നറിയോ? എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല. അറിയുന്നവരൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടു. നോക്കിയൊക്കെ മൊത്തം പാറകളുടെ കൂട്ടാണ്. നോക്കിയൊക്കെ പ്രാർത്ഥിക്കുന്നു ഇവർ കണ്ടോ, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ വലുപ്പം നോക്കി നോക്കി കിട്ടും. ഭയങ്കര ഹൈറ്റ്. നമ്മളൊക്കെ തല നല്ല താഴ്ത്തി നോക്കണം. ചന്ദനമൊക്കെ എറിഞ്ഞിട്ടുണ്ടെങ്കിലും കാണുന്നുണ്ട് ഒരു പുള്ളിയായിട്ട്. എല്ലാവരും പോയി കൈയൊക്കെ മുകളിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം. നല്ല രസമാണ്. ഞങ്ങൾ വന്ന ടൈമിലൊക്കെ നല്ല വെള്ളമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? നോക്കി നോക്കി ഈ പാറയുടെ വലിപ്പം, അത്രയും വലിപ്പം. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലം എത്തി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു. ആ ചെറുക്കന്മാരെന്തോ എന്നെ പറഞ്ഞ് കളിയാക്കിച്ചിരിക്കില്ല അവർ. തമിഴായവരെങ്കിലും അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരിനെ അറിയില്ല, അതുകൊണ്ട് സീനില്ല. എന്നോട് ഐഡിയ ഒക്കെ ചോദിച്ചു ഗൈസ്. എൻ്റെ ഫോണ് ചൂടായി ഗൈസ്, എന്തോ ഇടക്കിടക്ക് ഇങ്ങനെ സ്റ്റെക്കാണ്. ഫുഡൊക്കെ ഫ്രീ ആട്ടോ, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയിട്ട് ഫുഡ് കഴിക്കും. നിങ്ങൾക്ക് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാറയുടെ അടിയിൽ നോക്കി നോക്ക്, നല്ല സ്ഥലം കേട്ടോ, വേറെ ലെവലാണ്. നോക്കി നോക്ക്, കണ്ടു ഭംഗിയില്ല കാണാൻ? നോക്കി നോക്ക്, ഇത് എന്താ ഇതിൻ്റെ എന്തോ ഒരു ഐതിഹ്യം ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു പാറയുടെ ചോട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഷോൾ ഇട്ടില്ല ഗൈസ്, ഒന്നും വിചാരിക്കുന്നുണ്ട്, ഫുള്ളും ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഞാൻ ഷോൾ ഇട്ടില്ല. നോക്ക് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. സൂപ്പർ പ്ലേസ്, അടിപൊളി ചട്ടിപ്പൊളി. എന്ത് ഭംഗിയാക്ക്, നല്ല ഭംഗി നോക്കി നോക്ക്. ഇവിടെ വിരിച്ചിരിക്കുന്നുണ്ട്, കല്ലൊക്കെ അടുക്കി വെച്ചിട്ട്. ഇതെന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇത് നോക്കി നോക്ക്, എല്ലാ മുകളിലൊക്കെ ഉണ്ട്. ഈ പാറക്കെട്ടുകളുടെ മുകളിലൊക്കെ ആ സൈഡിന് അറ്റത്തൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കൂലേ ഇങ്ങനെ ചെയ്യാൻ? ആ പിള്ളേരുടെ അടുത്തൊന്നും ചോദിച്ചു നോക്കാം നമുക്ക്, ഇതെന്താണ് സംഭവം എന്ന്. ആ കല്ലെന്ന് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കണ്, ചെറിയ ചെറിയ കല്ലില്ലേ? அது வந்து சும்மா വെറുതെ ஒவ்வொருத்தருக்கு ஒவ்வொரு ஆம்பிஷன், லைக் எப்படி சொல்றது, ஒரு நம்பிக்கைன்னு சொல்லுவாங்கல்ல, அந்த மாதிரி. അതങ്ങനെ വെച്ച് നടക്കുന്നോ? இல்ல இல்ல, அவங்க நம்புறாங்க வெச்சா നടക്കുന്നുള്ളൂ. ഇതെന്താ ഈ സംഭവിച്ച ഇത്? ഈ മഞ്ഞ இது வந்து சும்மா சாமின்னு சொல்லுவாங்க, காட் லைக் காட். അപ്പോൾ നമുക്ക് പോയി വെച്ചാലും നടക്കുമോ? அதெல்லாம் நடக்காது ഗൈസ്. ഈ ചെറുക്കനെ കളിയാക്കും ഗൈസ്. എല്ലാവരും നടക്കും, എന്നെ നടക്കില്ല പറഞ്ഞു ഗൈസ്. തളർത്തി ചെറുക്കനെ കാണിച്ചോ. ഈ ചെറുക്കൻ പറയാണ് നടക്കില്ല.
എന്താ പറഞ്ഞറിയോ ഇവിടെ വിഷ്ണുവും ശിവനും ബ്രഹ്മ എന്ന് പറഞ്ഞ് അതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. അവരാണ് ഇവിടെ കുടികൊള്ളുന്ന പറഞ്ഞത് കേട്ടോ. ആ ചെറുക്കന്മാർ പറഞ്ഞത് കുറച്ചൊക്കെ മനസ്സിലായി. അവർ പറഞ്ഞത് തമിഴ് നമുക്കത് ഫുള്ളായിട്ട് അറിയൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞത്. അതാണ് ത്രിമൂർത്തി എന്നും പറയുന്നുണ്ട്, തിരുമൂർത്തി എന്നും പറയുന്നത്. ഏതാണെന്ന് എനിക്കറിയില്ല. 3 പേര് കുടികൊള്ളുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ വേണ്ട, അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ കയറാം. പക്ഷെ വേണ്ട, നമ്മളായിട്ട് ഇപ്പം അത് ജാതി മതമൊന്നും ഇല്ല കേട്ടോ. കയറുകയൊക്കെ ചെയ്യാം, പക്ഷെ വേണ്ട, നമ്മളായിട്ട് ഇനി കയറി അതൊരു ഇതാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് 3 ത്രിമൂർത്തികളുള്ളത്. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഗായ്സ് എന്തോരം ജനങ്ങളാണെന്നറിയോ. ഫുഡൊക്കെ ഫ്രീ ഉണ്ട് കേട്ടോ, പോയി കഴിക്കാം. അവരുടെ തൈര് ചോറ്, ഉപ്പുമാവ്, പിന്നെന്താ ബിരിയാണി പോലത്തെ. ഒരു വല്ലാത്ത കാഴ്ചയായി പോയി. ഇതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് ഉറങ്ങണം നോക്ക്. അത് സംഭവം കലക്കിയില്ലേ. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടേക്ക് പുള്ളി ഭയങ്കര ഉറക്കം. എന്തായാലും ഉള്ള 2 മണി 3 മണി വെയിലൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും തോന്നുന്നു. ഇതൊക്കെ വന്ന് നിങ്ങൾ കാണണം ഗൈസ്, കാണണം. അത്രയും ഭംഗിയാണ്. പക്ഷെ ഇപ്പോൾ വരരുതിട്ട്, മഴ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി കാണാമായിരുന്നു. ഇപ്പോൾ മഴ ഒന്നുമില്ലല്ലോ. പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ എന്നെ പൊക്കുവര്. എന്തൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സാണ് നമുക്ക് കഴിക്കാൻ വെച്ചേക്കണ്. ഇതുണ്ടോ മല ഡാം കേട്ടോ, നല്ല രസമുണ്ട്. വെള്ളം കുറവാണ്. ത്രിമൂർത്തി പറഞ്ഞ 3 മലകളാണ് തോന്നുന്നുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതൊരു മല, ഇതൊരെണ്ണം, പിന്നെ ഇതാ ഒരെണ്ണം, 3 എണ്ണം. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പറയണത് 3 മലകൾ ചേർന്നാണെന്നൊക്കെയാണ് പറയണത്. ഗൈസ് എത്രത്തോളം ഇത് ക്ലിയർ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും എടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോയൊരു ഫീൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ട. ഈ യൂക്കാലില്ലേ അതിൻ്റെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡാം സൂപ്പറായിട്ട്. ഇത് ഏത് ഡാമാ വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇതിനെന്തോ ഒരു പേരുണ്ട്, പക്ഷെ ഞാനത് മറന്നു. എന്തായാലും സെറ്റ് സ്ഥലം. ഗൈസ് സമയം 3 മണിയായി. കുറച്ച് വെയിൽ കുറവുണ്ട് ഇവിടെ. യൂക്കാലിപ്സിൻ്റെ ചെടിയാണ്. കേൾക്കുന്നുണ്ടോ? ഇവിടെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ട്. അതാ ഡാം കാണുന്നത്. അപ്പം ഞാൻ ഫേക്കാ വിചാരിക്കേണ്ട വെച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. ചൂട് 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 അടാറ് ചൂടാണ്. ഇവിടെ വന്നപ്പോഴെങ്കിൽ വയ്യർത്ത് ഇങ്ങനെ ഒഴുകുക, അത്രയും ചൂട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ. എന്തായാലും സംഭവം നന്നായിട്ടുണ്ട്. അടിപൊളി സ്ഥലം കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ മോന്തേ കാണില്ലതാ. പുറകിലേക്ക് നോക്കട്ടെ, 3 മലകളുള്ളത്. അവിടെ പോയി ഇരിക്കുന്നുണ്ട് ആ പെണ്ണുങ്ങളുടെ കൂടെ. ജെറീന മൈ മോംസ്. ഇവിടുത്തെ മരത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയണോ? ഇതൊക്കെ മൊത്തം വേരുകൾ എല്ലാ മരത്തിനും. അതെന്താണെന്ന് അതിന് വെള്ളം കയറി മണ്ണൊലിപ്പ് സംഭവിച്ചിട്ടാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എല്ലാ മരത്തിൻ്റെ കടകളും ഇങ്ങനെയാണ്. നോക്ക്, ഒരു പ്രത്യേകതരം മരങ്ങൾ കിട്ടുക. അവിടെ അച്ഛൻ വരെ അങ്ങനെ തന്നെ, അച്ഛൻ വരെ അങ്ങനെ. ഫുഡൊക്കെ ഫ്രീ, ഞാനും കഴിച്ചു. ഹായ് ഗൈസ്, എന്നെ വിളിച്ചിട്ട് സിസ്റ്റർ വിളിച്ചിട്ടുണ്ടല്ലോ. ഇവർ എന്നോട് ഹായ് പറഞ്ഞു. പേരെന്താ? എവിടെ സ്ഥലം? ഇവിടെ തന്നെ സ്ഥലം, പ്ലേസ് ലോക്കൽ. അതെ, ഇവർ എന്താ നെയിം? നിവീത. ബേബി ആരുടെ? ഗൈസ് ഇവരെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ക്യൂട്ടായിട്ട് തന്നെ കാരണം അവർ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് സംസാരിച്ചാണ്. എന്താ ചെയ്യുക, എൻ്റെ ഫാൻസിനെയും കൊണ്ട് ഞാൻ ഇടങ്ങാറായിരിക്കുന്നു. അവർക്കാണെങ്കിൽ മലയാളം പറയണ അറിയണില്ല. എന്നെ സൊല്ലുത് പറയുന്നത് തമിഴ്. നമുക്ക് കൊഞ്ചം തമിഴ് തെരിയും. ആ എന്താ പറയുന്നത് ഗൈസ്? അങ്ങനെ അവരുടെ സംസാരിച്ച് എന്താ ചെയ്യുക, എന്നെ ഫോളോ ചെയ്തു, സബ് ചെയ്തു. എൻ്റെ ഫാൻസിനെ ഞാൻ തോറ്റിരിക്കുന്നു. എങ്ങനെയുണ്ട് ഗൈസ്? ഭംഗിയുണ്ടോ? കണ്ണു കാണാത്തരെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ സഹിച്ചോ. ഓക്കെ പാപ്പ ബൈ 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 പോട്ടെ. ആ ഭക്ഷണം കഴിക്കാൻ പറയാണ് അവര്. ഭക്ഷണം പോയിട്ട് മേടിച്ച് കഴിക്കീന്ന് പറയാണ് അവര്.
എന്തോ ഒരു ഭാഷയിലാണ് പറയുന്നത്. കോവിലത്തെ ഫുഡ് കഴിക്കുന്ന നല്ലതാണ്, എന്നോട് പോയി കഴിക്കാം. ഞാൻ അവിടെ മിണ്ടാൻ നിൽക്കില്ല കണ്ടിട്ട് എന്നോട് പോയിട്ട് കോവിൽ സാപ്പാട് പോയി കഴിക്കുക, നല്ലതാണ് കണ്ടോ. അവിടെ ഫുഡ് ഫ്രീ ആയി കൊടുക്കണ്ടേ കണ്ടോ. ഈ മുത്തശ്ശൻ യുദ്ധമല്ലാണ്ട് ഈ മുത്തശ്ശനാണ് നിന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക. എന്നോട് കുറേ പറഞ്ഞു പോയി മേടിച്ച് കഴിക്കുന്നത്. എനിക്കൊരു സൗകര്യം തരുന്നില്ല. ഞാനിപ്പുറത്തേക്ക് വന്ന് മുത്തശ്ശന് എന്താ അറിയില്ല, എന്നോട് ഭയങ്കര സ്നേഹം. പാപ്പാണ്ടോ വിളിക്കുന്നുണ്ടോ. കുറേ നേരമായി എന്നെ നോക്കണം. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചപ്പോൾ അവൻ അങ്ങനെ തിരിച്ചു ഇവിടെ കണ്ടോ മൺ നോക്കണു. ആ ചെറുക്കൻ ചിരിച്ചിട്ട് കൊണ്ട് ഫേസ് കാണിച്ചപ്പോൾ ചെറുക്കൻ ചിരിച്ചിട്ട് പോകും. തിരക്കിൻ്റെ ഇടയിൽ കൂടെ എവിടെ പോയാണ് അവ കൈസ് അതിനെ കാണാനും ഇല്ല, വിളിച്ചിട്ട് കിട്ടണമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വരുമോ? മലയുടെ അടിവാരത്തിൽ കിടന്നുറങ്ങേണ്ടി വരുമെന്ന്. എവിടെ പോയോ? ആഹാ അതാ വരുന്നു ഗൈസ്. ഈ മുത്തശ്ശൻ മമ്മീനെ പറഞ്ഞയച്ചു തന്നെ ഫുഡ് മേടിക്കാൻ. എന്തൊക്കെയാ ഫുഡ്? ഇതൊക്കെ സാമ്പാർ, ചോറ്, മോര്, ലഡ്ഡു, 3 വക പേരി, അതാ ലഡ്ഡു, ഇതാ പായസം, ഇതാ നോക്ക്. ആ കഴിച്ചോ. ഡിണ്ടിഗല്ലോ എന്തോ ഒരു സാധനം നോക്ക്. നല്ല ഭംഗിയുള്ളൊരു പ്രത്യേക തരം മല കേട്ടോ. ഇത് എന്ത് മലയെ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഒരു വെള്ള കളറ് മല. അത് ആ പാറയുടെ കളറ് കണ്ടു, ഒരു വേർത്തൊരു കളറ്. നമ്മൾ കാണുന്ന പാറയൊക്കെ കറുപ്പല്ല, നോക്ക് വെളുത്ത പാറ. കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ മണൽ തന്നെ ഒരു വെള്ള കളറാണ് കണ്ടോ. പനനൊങ്ക് വേറൊരു താഴത്ത് കണ്ടൊരു ഒറ്റക്കുള്ളൊരു മല നോക്ക്. നല്ല പരന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്നത്. അതിൻ്റെ പുറകിലാണ് ആ കാണുന്ന വലിയ മല. എന്തൊക്കെ അത്ഭുതങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ കൊച്ചു തമിഴ്നാട്ടിൽ, കേരളത്തിലല്ല. ഡാമിലേക്ക് പോകാനുള്ളതാണ്, പക്ഷെ അത് ക്ലോസ് ചെയ്തിരിക്കും. നമുക്ക് കിടക്കാൻ പറ്റുന്നുണ്ടോ? ഒറ്റക്കുള്ള മല പറഞ്ഞത് അത് വേറൊരെണ്ണം. ചെണ്ടുമല്ലിത്തോട്ടം കണ്ടോ ഗൈസ്, ചെണ്ടുമല്ലിത്തോട്ടം കണ്ടോ. അതിൻ്റെ ഇടയിൽ പേരയും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓണത്തിനുള്ള വിളവെടുപ്പാ തോന്നുന്നുണ്ട് ഇത്. തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ കയറ്റിയില്ല. നല്ല രസമുണ്ട് കാണാൻ. വഴിക്കേ തേങ്ങകളുണ്ട്, നോക്ക് പൊളിച്ച് കൂട്ടിക്കണ് കണ്ടോ. എണ്ണമില്ല തോന്നുന്നുണ്ട് കേട്ടോ. നോക്ക് എന്തോരം പൊളിച്ച് കൂട്ടിക്കുന്നു നോക്ക് കണ്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. കോക്കനട്ട് ഓയിൽ എന്ന് ഞാൻ പറയും, നമ്മൾ വെളിച്ചെണ്ണ എന്ന് പറയുന്നുണ്ടോ. നല്ല ആട്ടിയ എണ്ണയുടെ സ്മെല്ല് ഇവിടെ നിൽക്കുമ്പോൾ ചിക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ വയ്യ. പോയാൽ നല്ല എണ്ണ മേടിക്കൊക്കെ ചിക്ക് വയ്യ, അറ്റം വരെ നടക്കണം. എന്തോരം ചിരട്ട കൂട്ടിയിട്ടിരിക്കണം നോക്ക്. നോക്കി മല പോലെ കൂട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല രസം കേട്ടോ. സൂപ്പർ ക്ലൈമറ്റ്. വെയിൽ കൊണ്ട് പപ്പട പരിപാടി. അതാ ആരിക്കണ് കണ്ടോ, ചെറീന. തെങ്ങ് കടപുഴങ്ങി വീണിരിക്കുന്നു. തെങ്ങ് പൊളിച്ചാണതേ. നല്ല മണല്ലേ വെളിച്ചെണ്ണയുടെ. ഒരു മലേൻ്റെ മുകളിൽ അമ്പലം കണ്ടേ. എവിടെ നോക്കിയാലും അമ്പലങ്ങളാണ് കണ്ടോ. വഴി ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാനും കാണാനും വയ്യ. താഴത്ത് വീടുകളൊക്കെ ഉണ്ട്. ജയലളിത കയറ്റി കൊടുത്ത വീട് വന്നില്ലേ, ഫോട്ടോ നോക്കയില്. നല്ല നല്ല വെയിൽ ഗൈസ്. 3:20. പക്ഷെ അടാറ് വെയിൽ. ഇതെൻ്റെ സുന്ദരിപ്പെണ്ണ് നിൽക്കും. കാളയോട്ടം കഴിഞ്ഞ് വരുന്ന കാളകളെ കാണിച്ചില്ല കേട്ടോ. ഒരു മിനിറ്റ്. തിരുമൂർത്തിമല വന്നപ്പോൾ അവിടെ കാളയോട്ടം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് കാളയോട്ട മത്സരം ഇരുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാളകൾ വരുന്നുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തിയതാണ്. ഭയങ്കര വെയിൽ, തൊണ്ട വരണ്ടിട്ട് പോയാൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കട്ടെ പറഞ്ഞിട്ട് നിർത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അപ്പം എന്നാൽ ശരി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വരുന്നുണ്ട് അവർ കേട്ടോ. അത് ഗൈസ് വരുന്നത് കാളയോട്ടത്തിൻ്റെ ആൾക്കാർ. അതുകൊണ്ട് ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട്.
അവരൊക്കെ ഹായ് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ ചെടി റോഡിൽ നിൽക്കുന്നുണ്ട്, പറിക്കട്ടെ കേട്ടോ. ഇപ്പോൾ ക്യാമറയിലൊക്കെ വന്ന് പൊക്കണോ എന്നറിയില്ല, റോഡ് സൈഡ് നിൽക്കണാണ്, എന്താ അവസ്ഥ എന്നറിയില്ല. പൊട്ടിച്ചു റോട്ടിൽ നിന്ന്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളങ്ങനെ വരുന്ന വഴിക്ക് കുടിയിടം കണ്ടു. അങ്ങോട്ട് പോകണില്ല, മഴയാണ്. നോക്ക്, നല്ല ക്ലൈമറ്റ്, അടിപൊളിയായിട്ട്. എന്ത് രസമാണ് കാണാൻ. നോക്ക്, നല്ല ഭംഗിയുണ്ട്. എൻ്റെ അസിനില്ലാത്ത കാരണം കൂടെ ഞാൻ പോവാത്ത. എൻ്റെ അസിനുണ്ടെങ്കിൽ എൻ്റെ നല്ല ഭംഗിയിൽ വീഡിയോ എടുക്കും. വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സൂക്ഷിച്ച് നോക്കിയാൽ അങ്ങനെ മലയിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ട്. പക്ഷെ ഇതിൽ ക്ലിയർ ഉണ്ടല്ലോ എന്നൊക്കെ അറിയില്ല. നോക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവരിനൊക്കെ ഞാൻ വീഡിയോ എടുത്തു, ചെറുക്കന്മാരെ അവർക്ക് എടുക്കണം നല്ല ഫോട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഗൈസ്, നമ്മളെ കുഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.